സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ മുഹറം 10 സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചവരായി ഒരുമിച്ച് കൂടാൻ നമുക്ക് സൗഭാഗ്യം നൽകി. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളും മറ്റ് ഇബാദത്തുകളുമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ, പരിചയക്കാർ, മുസ്ലിമുകൾ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹറം 10 നമുക്ക് ധാരാളം പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠം, നമ്മൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളറിയാത്ത രീതിയിൽ വഴികൾ അള്ളാഹു തുറന്നു തരും. ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമത്തിലും നമ്മൾ അള്ളാഹുവിനെയാണ് ഭാരമേൽപ്പിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും ഊഹിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണിച്ചു തരും. മൂസാ നബി അലൈഹിസ്സലാമിനും ജനതക്കും അള്ളാഹു വിമോചനം നൽകിയത് ഒരു സംഘടനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധത്തിലൂടെയോ ആയിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് അവർ അള്ളാഹുവിലേക്ക് പരിപൂർണമായി തിരിഞ്ഞതാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനാണ് മൂസാ നബി അലൈഹിസ്സലാം അവരെ പറഞ്ഞ് പഠിപ്പിച്ചത് എന്ന് ഖുർആനിൽ അള്ളാഹു സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്. വഖാല മൂസാ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലൂ ഇൻ കുൻതും മുസ്ലിമീൻ. മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയോട് പറയുണ്ടായി, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫഅലൈഹി തവക്കലൂ, നിങ്ങൾ അവനെ തന്നെ നിങ്ങൾ ഭരമേൽപ്പിക്കുക. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, അള്ളാഹുവിനെ കീഴൊതുങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടത്, തവക്കുൽ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിനോടാണ്. അപ്പൊ അള്ളാഹു നിങ്ങൾക്കതിന് പരിഹാരങ്ങളും വഴികളും തുറന്നു തരും എന്ന് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുകയുണ്ടായി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ ഈ മുഹറത്തിൽ നിന്നും അത് പഠിക്കുന്നതിന് പകരം മുഹറത്തിൽ തന്നെ നഹ്സ് കാണുന്ന ആളുകളായി നമ്മൾ തരംതാണു പോയി. അഥവാ ശകുനം, മുഹറത്തിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. സത്യത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പരിപൂർണമായി തവക്കുൽ ചെയ്യാനാണ് മുഹറം 10 അള്ളാഹു പഠിപ്പിക്കുന്നത്. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ജനതയുടെയും സംഭവങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെ അള്ളാഹു നമ്മളെ ഉണർത്തുന്നത്, അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കേണ്ട രീതിയിൽ ഭരമേൽപ്പിച്ചാൽ ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ, അള്ളാഹു പറവകൾക്ക് വിഭവങ്ങൾ നൽകുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു വിഭവങ്ങൾ നൽകും. തഖുദു ഖിമാസൻ വതറൂഹു ബിത്താന, അത് രാവിലെ ഒട്ടിയ വയറുമായി പോവുകയാണ്, വൈകുന്നേരം നിറഞ്ഞ വയറുമായി വരികയാണ്. ഒരാൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് അവന്റെ ജീവിതം അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അവന്റെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മളെ ഉണർത്തുന്നത്. നബി തങ്ങളോട് അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒരു നിർദ്ദേശം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണമെന്നാണ്. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും തങ്ങളുടെ ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിച്ചിട്ട് അവസാനം അല്ലാഹു പറയുന്നുണ്ട്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. താങ്കൾ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ താങ്കൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നിശ്ചയം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹു മുതവക്കിലീങ്ങളെ, അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഏത് കാര്യങ്ങളും ഏത് വിഷമങ്ങളും അള്ളാഹുവിന്റെ മേൽ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു വഴികൾ തുറന്നു തരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും തങ്ങളുടെ ഉമ്മത്തുകളോടും അറിയിക്കുന്നത്.
സഹാബാക്കളുടെ ജീവിതത്തെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുമ്പോൾ അവരുടെ ഒരു ഗുണമായിട്ട് പറയുന്നത്, അവരെന്ത് പ്രതിസന്ധി വന്നാലും ഏത് വിഷമങ്ങൾ വന്നാലും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം അവർ പറയുന്നൊരു വാക്കുണ്ട്, വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഇതാണ് അവർ പറയുക. അവരുടെ ഈമാനാണത് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ജനങ്ങൾ അവരെ ഭയപ്പെടുത്തുകയാണ്, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവരും സംഘടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ മേൽ കടന്നാക്രമണം നടത്തി നിങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്, അതിന്റെ തീരുമാനങ്ങളാണ്, ഗൂഢാലോചനകളാണ് നടക്കുന്നത്. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. നമുക്ക് അല്ലാഹു മതിയായവനാണ്, വരമേൽപ്പിക്കാൻ അല്ലാഹുവാണ് ഏറ്റവും അനുയോജ്യൻ. ഈ ഒരു വാചകത്തിലൂടെ അവർക്ക് അല്ലാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു കൊടുത്തു എന്ന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഫൻഖലബു ബിനിഅമതി മിനല്ലാഹ് വഫദ്ലിൻ ലം യംസസ്ഹും സൂഉൻ വത്തബഉ റിദ്വാനല്ലാഹ് വല്ലാഹു ദൂ ഫദ്ലിൻ അദീം. അവർക്ക് ഒരു പോറലുമേൽക്കാതെ അവര് സമാധാനത്തോടെ അള്ളാഹുവിന്റെ അനുഗ്രഹവുമായി കാരുണ്യവുമായി അവര് മടങ്ങുകയുണ്ടായി. അവർ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി. അള്ളാഹു വമ്പിച്ച ഔദാര്യമുടയവനാണ്. അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന തന്റെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതിന് പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത്. മുഅ്മിനീങ്ങളുടെ ഗുണം, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിഭാഗം മാത്രമാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. അവർ അള്ളാഹുവിനെ പരിമേൽപ്പിക്കുന്നവരാണ് എന്ന ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്. അവരുടെ അടയാളങ്ങൾ അള്ളാഹു അതിനു ശേഷം പറയുകയാണ്, അവരുടെ ഗുണങ്ങൾ. ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പടക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അള്ളാഹുവിന്റെ ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അതൊക്കെ അവരോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുൽ ചെയ്ത് ജീവിക്കും, അള്ളാഹുവിനെ പരിപൂർണമായി ഭരമേൽപ്പിച്ച് ജീവിക്കും. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ് അള്ളാഹു പറയുന്നത്. അതല്ലാതെ ഓരോ ശകുനവും അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങളും അന്വേഷിച്ച് ദുനിയാവിൽ പരതി നടക്കുന്നവരല്ല. ഏത് വിഷമങ്ങളിലും ഏത് പ്രതിസന്ധിയിലും ഏത് ആവശ്യങ്ങളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മുഅ്മിൻ യഥാർത്ഥ സത്യവിശ്വാസിയായി തീരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിക്കുകയാണ്. സൂറത്തു തലാഖിൽ അല്ലാഹു പറയുന്നുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകും, സ്ത്രീക്കും ഉണ്ടാവും പുരുഷനും ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഓമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹസ്ബു, അവന് അത് മതി, അവന്റെ പ്രശ്നത്തിന് അത് തന്നെ പരിഹാരമായിട്ട് മതിയാകും. ഇന്നല്ലാഹ ബാലിഗു അംരി, നിശ്ചയം അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആ കാര്യം അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഒരാൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്താൽ അള്ളാഹു അവന് മതിയായവനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്ന അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അള്ളാഹു നടപ്പിലാക്കുമെന്നാണ്. അഥവാ നമ്മളൊരു കാര്യം അള്ളാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല പണിയെടുക്കുന്നത്, പിന്നെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ കാര്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, നിശ്ചയം അള്ളാഹുവിന് എല്ലാ ഓരോന്നിനും ഓരോ നിർണയിക്കപ്പെട്ട തോതുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുകയും അള്ളാഹു നടപ്പിലാക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു തവക്കുലിന്റെ പ്രാർത്ഥന അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് സംസാരിച്ചതും ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എതിർത്തതും മോശമായി പെരുമാറിയതും അവസാനം ആ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. റബ്ബന, നമ്മുടെ രക്ഷിതാവേ, അലൈക തവക്കൽനാ, നിന്നെ നമ്മൾ തവക്കുൽ ചെയ്തിരിക്കുകയാണ്. വഇലൈക നബ്നാ, നിന്നോട് നമ്മൾ ഖേദിച്ച് മടങ്ങുകയാണ്. നിന്നിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും മടക്കം. ഇത് അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഇതിൽ വലിയ മാതൃകയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും പല ആവശ്യങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾ അഭിമുഖീകരിക്കും.
നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങൾ, മരണങ്ങൾ, സാമ്പത്തികമായ നഷ്ടങ്ങൾ, മറ്റുതര പ്രയാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വാക്കിതാണ് റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഏത് വിഷമത്തിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു പ്രത്യേകമായ സമാധാനം, മനുഷ്യൻ അസ്വസ്ഥനായി പോകുന്ന, ബേജാറായി പോകുന്ന, തളർന്നു പോകുന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ വാക്കിലൂടെ അവന്റെ മനസ്സിന് ആശ്വാസവും കരുത്തും ഹിമ്മത്തും അല്ലാഹു നൽകുന്നതാണ്. പ്രവാചകന്മാരുടെ ഒക്കെ വാക്കുകൾ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ അവരേത് വിഷമത്തിലും പറഞ്ഞത് ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വറബ്ബിക്കും. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് അല്ലാഹു പറയുന്നുണ്ട്, ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നത് എന്റെ റബ്ബിനെയാണ്, നിങ്ങളുടെയും റബ്ബാണവൻ. മാ മിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹാ. ആകാശഭൂമികളിൽ ഒരു ജീവിയും അവന്റെ നിയന്ത്രണമില്ലാതെ ഇല്ല. എല്ലാ ജീവികളുടെയും, എല്ലാ ജീവനുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ഉച്ചതലയിൽ അവന്റെ പിടുത്തമുണ്ട്. ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. നിശ്ചയം എന്റെ റബ്ബ് നേരായ മാർഗത്തിലാണ്, അവനെല്ലാം അറിയുന്നുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ജനങ്ങളോട് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞതായി അല്ലാഹു ഖുർആനിൽ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൂടെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. സമുദായത്തോടും തങ്ങളെ ഉപദ്രവിച്ചവരോടുമൊക്കെ പല കാര്യങ്ങൾ, മുനാഫിഖീങ്ങളെ പ്രത്യേകം അല്ലാഹു അവിടെ വിവരിക്കുന്നുണ്ട്. അവസാനം അല്ലാഹു പ്രവാചകന്റെ ഉയർന്ന സ്നേഹത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, താങ്കൾ അവരോട് സ്നേഹം കാണിച്ചു, താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ താങ്കൾ അവർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു. ഇനിയും അവര് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫൈൻ തവല്ലൗ ഫഖുൽ, നീ പറയേണ്ടത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല, അലൈഹി തവക്കൽതു, അവനെയാണ് ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നത്, ഭരമേൽപ്പിച്ചിരിക്കുന്നത്, വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ അർശിന്റെ റബ്ബാകുന്നു. ഇത് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഒരു സൂറത്തു തൗബ അവസാനിക്കുന്നത്. നമ്മളും എപ്പോഴും പറയേണ്ട ഒരു വാക്കാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, ആരെങ്കിലും പ്രഭാതത്തിൽ അതുപോലെ തന്നെ പ്രദോഷത്തിൽ ഈ വാക്ക് 7 തവണ പറയുകയാണെങ്കിൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു, അവൻ അലട്ടുന്ന മാനസികമായ പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹുവിന് പരിഹാരത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കും. സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഈ വചനങ്ങൾ പറയുന്നത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ടിരിക്കുകയാണ്. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ആ ഹദീസിന് അവസാനം പറയാണ് മിൻ അംരി ദുനിയ വൽ ആഖിറ, അവന്റെ ദുനിയാവിന്റെ കാര്യമാണെങ്കിലും അല്ലാഹു പരിഹരിച്ചു കൊടുക്കും. അവന്റെ മനസ്സിന് അലട്ടുന്ന പ്രയാസം അത് ദുനിയാവിൻ്റെതാണെങ്കിലും അല്ലാഹു പരിഹരിച്ചു കൊടുക്കും, ആഖിറത്തിൻ്റെതാണെങ്കിലും അല്ലാഹു പരിഹരിച്ചു കൊടുക്കും. ദുനിയാവും ആഖിറും അല്ലാഹു എളുപ്പമാക്കും അവന്റെ ഈ തവക്കുലിന്റെ വചനത്തിലൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവും അവന്റെ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ ഏൽപ്പിക്കാനാണ്. അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പ്രത്യേകം സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, വിജയങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ 70,000 ആളുകൾ അല്ലാഹു പ്രത്യേകം ആദരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരു വിചാരണയും ഉണ്ടാവൂല, അവരെ പ്രത്യേകം ആദരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഗുണങ്ങളുള്ള ആൾക്കാരാണ്. ലാ യസ്തർഖൂൻ, അവര് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്ത ആളുകളാണ്. വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ, അവര് പക്ഷിനോട്ടം, ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താത്ത ആളുകളാണ്. അതുപോലെ തന്നെ അവര് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സയായിരുന്നു തിളച്ച എണ്ണയിലും അതുപോലെ തന്നെ ചൂടിലൊക്കെ കാണിച്ച് മുറി ഉണക്കുന്ന ഒരു ചികിത്സാ രീതി, അത് ചെയ്യാത്ത ആളുകളാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. അഥവാ ആവശ്യമായ വിശുദ്ധ ഖുർആനിന്റെ മന്ത്രങ്ങളുണ്ട്, അതൊക്കെ സ്വയം ഓതാനുള്ളതാണ്. അത് മറ്റുള്ള ആൾക്കാരോട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയങ്ങളൊന്നും എനിക്ക് മന്ത്രി ചോദിത്തരി ഇങ്ങനെ പറയൂല എന്നവര്. അഥവാ അവരുടെ കാര്യങ്ങൾ അവര് പരിപൂർണമായി അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെടാത്ത മന്ത്രങ്ങൾ മാത്രമല്ല, അനുവദിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ മന്ത്രങ്ങൾ പോലും അവര് മറ്റുള്ളവരോട് ഒന്നെനിക്ക് ഊതിത്തരി എന്നവര് പറയൂല. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം അല്ലാഹുവിൽ പരിപൂർണമായി തവക്കുൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവര് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുകയില്ല. അവര്
ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടത് ഇന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യമാണ് എന്നവര് പറയൂല. സുബഹി നമസ്കരിച്ചാൽ അന്നത്തെ ദിവസം അനുഗ്രഹമാണ്, ബർക്കത്താണ്, ഐശ്വര്യമാണ്. സുബഹി നമസ്കരിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ ഒരു ഐശ്വര്യവുമില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഭാഗ്യം. എന്നാൽ ഇന്ന് ആളുകള് ഏതെങ്കിലും ഒരു ജീവി, ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഭാഗ്യം പോയി, ഇന്നത്തെ ദിവസം ശകുനമാണ്, അല്ലെങ്കിൽ ഇന്ന ആളെയാണ് കണി കണ്ടത്, അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഭാഗ്യമില്ലാത്ത ദിവസമാണ്. ഇത് സത്യത്തിൽ അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരാത്ത കാര്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു പ്രത്യേക മാതിരി 70,000 ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിക്കുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറയുന്നത്, അഥവാ ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ അങ്ങനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അങ്ങനെ വലിയൊരു വിഭാഗം ഈ സമുദായത്തിൽ ഉണ്ടാകും. അവരേത് കാര്യവും അള്ളാഹുവിനെ വരമേൽപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവര് സൃഷ്ടികളോട് അവരുടെ സങ്കടങ്ങൾ പറയൂല, അവരുടെ ആവശ്യങ്ങൾ പറയുകയില്ല. അവർ രാത്രി എഴുന്നേറ്റ് സൃഷ്ടാവായ അള്ളാഹുവിനോട് പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരങ്ങൾ കാണും. അങ്ങനെയുള്ള ആളുകളാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് നമ്മളുടെ ഓരോ ചരണങ്ങളും നിശ്ചലനങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താകണം. വീട്ടിൽ മുഹറം മാസത്തിൽ വെക്കാൻ പറ്റുമോ, കല്യാണം വെക്കാൻ പറ്റുമോ? പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്. അത് മുഹറമായിട്ട് എന്ത് ബന്ധം? ഇത് ആരുണ്ടാക്കിയതാണ്? ഇതൊക്കെ അനിസ്ലാമികപരമായ ചിന്താഗതികളും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്ന് ആളുകൾ ഈ കാര്യങ്ങളിലും ഈ ദിവസങ്ങളിലൊക്കെ ശകുനങ്ങൾ അന്വേഷിക്കുന്നത്. സത്യത്തിൽ മുഹറം 10 തന്നെ നമുക്ക് തവക്കുലാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും നീ പറയുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ അള്ളാഹുവിൽ വരവേൽപ്പിച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നീ രാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുന്നത്, യാത്രക്ക് വേണ്ടി ഇറങ്ങുന്നത്, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ നിന്റെ ആ യാത്ര മംഗളകരമാണ്. അള്ളാഹു നിനക്ക് പ്രത്യേക സംരക്ഷണം നൽകും. ഒരു മലക്ക് ആകാശലോകത്ത് നിന്ന് വന്ന് പറയുമെന്നാണ്, നീ സന്മാർഗം പ്രാപിച്ചു, നിനക്ക് സംരക്ഷണം നൽകപ്പെടും, നീ ലക്ഷ്യം പ്രാപിക്കും. ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയുമെന്നാണ്, എങ്ങനെ നിനക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റും, വഴിപിഴപ്പിക്കാൻ പറ്റും? ഇവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അള്ളാഹു തവക്കുൽ ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയത്, പിന്നെ അവന് ഒരു ശകുനവും വരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഓരോ ദിവസവും നമ്മളുടെ ഹൃദയത്തെ പരിപൂർണമായി അള്ളാഹുവിലേക്ക് തിരിക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരിക. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്, അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് ഫിർഔന്റെ ഉപദ്രവത്തിന് അള്ളാഹു വിമോചനവും വിജയവും നൽകിയ മുഹറം 10 പ്രധാനപ്പെട്ട അതിന്റെ ഒരു കാര്യം അല്ലാഹു ഖുർആനിൽ പറയുന്നത് അവരുടെ തവക്കുലായിരുന്നു എന്നാണ്. വേറെ ഒരു ആയുധ പോരാട്ടങ്ങൾ അവർ നടത്തിയില്ല, മറിച്ച് അവരുടെ അമലുകളിലൂടെയാണ് അവർ വിജയം നേടിയത് എന്നാണ് അള്ളാഹു പറയുന്നത്. മൂസാ നബി അള്ളാഹിനെ തവക്കുൽ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഫഖാലു അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. ഫഖാലു അവര് പറഞ്ഞു, റബ്ബനാ നമ്മുടെ രക്ഷിതാവേ, അലല്ലാഹി തവക്കൽനാ നമ്മൾ അള്ളാഹുവിനെ വരമേൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികൾക്ക് നമ്മളെ നീ ഏൽപ്പിച്ചു കൊടുക്കരുത് അള്ളാഹുവേ. നമ്മളെ ഉപദ്രവിക്കാൻ അവര് തയ്യാറാകുന്ന രീതിയിൽ അവർക്ക് മുന്നിൽ നമ്മളെ നിന്ദരാക്കി ഇട്ടുകൊടുക്കരുത്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്റെ കരുണ കൊണ്ട് നമ്മളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് അവർ ദുആ ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏത് പ്രയാസവും ആ പ്രയാസത്തിന് പിന്നിൽ അല്ലാഹു ചില ലക്ഷ്യങ്ങൾ അല്ലാഹുവിനുണ്ടാകും. അതിന്റെ പിന്നിൽ പല എളുപ്പങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടാകും. നമ്മൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. സത്യത്തിൽ ഈ ഫിറഔനെയും അവന്റെ ഉപദ്രവത്തെയും കൊല്ലങ്ങളോളം അനുഭവിച്ച ആളുകളാണ് ബനി ഇസ്രായേൽ. അവരോടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേലിനോടാണ് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുക, നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടരുത്. അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും എന്ന്. ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും നമ്മൾ വല്ലാതെ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പല പല രോഗങ്ങളെ കൊണ്ട് നമ്മൾ ഭയപ്പെടുത്തപ്പെടുകയാണ്. നിപ്പയും അതുപോലെ തന്നെ വേറെ പല രോഗങ്ങൾ. എയർപോർട്ടിലൊക്കെ ഒരു ഫോം തന്നെ പൂരിപ്പിച്ചു കൊടുക്കണം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അഥവാ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ,
അങ്ങനെ വലിയൊരു പരീക്ഷണവും പ്രതിസന്ധിയും വിഷമങ്ങൾ, അതിലൂടെ ചെറിയൊരു പനി വരുമ്പോഴേക്കും തന്നെ ബേജാറും വെപ്രാളും അസ്വസ്ഥതയും, ആ ബേജാറിലൂടെ ആ രോഗം പിന്നെയും കൂടും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കുകയാണ്. അള്ളാഹു ശിഫയാക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു ശിഫ നൽകുക തന്നെ ചെയ്യും. അത് വലിയ വലിയ രോഗങ്ങൾ വരെ അള്ളാഹുവിന്റെ അടുക്കൽ ശിഫയുണ്ട്. അത് വിശ്വസിക്കുമ്പോഴാണ് മുഅ്മിനിന് സമാധാനം ലഭിക്കുക. അതല്ലാതെ അസ്വസ്ഥനാകരുത്, പ്രയാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് ഈമാനിന്റെ അടയാളമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. നിശ്ചയമായും പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. അല്ലാഹു പിന്നെയും പറയാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. നിശ്ചയം പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. പ്രയാസങ്ങൾ മാത്രം നോക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാഹു പറയാണ് നിനക്ക് പ്രയാസം മാത്രമല്ല, ഒരു പ്രയാസം നീ എണ്ണുമ്പോൾ നിന്റെ ജീവിതത്തിൽ എണ്ണാൻ 2 സന്തോഷങ്ങൾ ഉണ്ടാവും. നീ സന്തോഷങ്ങൾ എണ്ണാത്തത് കൊണ്ടാണ്. നിനക്ക് ഓരോ ദിവസവും കിട്ടിയ അനുഗ്രഹങ്ങൾ നീ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ പ്രയാസങ്ങൾ അതിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. പ്രയാസം ഒന്നാണെങ്കിൽ നിനക്ക് 2 സന്തോഷങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രയാസം തീഷ്ണമായപ്പോൾ, അങ്ങേയറ്റം എത്തിയപ്പോൾ പറഞ്ഞ വാക്കല്ല ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എന്റെ ദുഃഖവും എന്റെ പ്രയാസവും ഞാൻ ആവലാതി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹിനോട് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. വേറെ സൃഷ്ടികളോട് ആരോടും പറയാനില്ല. എനിക്ക് ആരെക്കുറിച്ചും ആക്ഷേപമില്ല. ഞാൻ എന്റെ പ്രയാസങ്ങളും എന്റെ ആവശ്യങ്ങളൊക്കെ പറയുന്നത് എന്റെ ഉടമസ്ഥനായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെയും സഹാബാക്കളുടെ ഗുണങ്ങളിലൂടെയും ഒക്കെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഇന്ന് വെറുതെ ഒരു സുന്നത്ത് നോമ്പെടുത്ത് നോമ്പ് മുറിക്കാന്നുള്ള ലക്ഷ്യമല്ല. മുഹറം 10 അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥമായ ഈമാനാണ്, യഥാർത്ഥമായ തവക്കുലാണ്. അവര് ചോദിച്ചു മൂസാ നബി അലൈഹിസ്സലാമിനോട്, മൂസാ നബിയുടെ ജനത, നീ വന്നതിന് ശേഷവും നമ്മൾ ഉപദ്രവിക്കപ്പെടുകയാണ്, പ്രയാസമുണ്ട്. നീ ഇല്ലാത്തപ്പോഴും നമുക്ക് പ്രയാസമായിരുന്നു. അപ്പൊ മൂസാ നബി അതിന് മറുപടി പറഞ്ഞത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായം തേടുക. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി. നിശ്ചയം അള്ളാഹുവിൻ്റെതാണ് ഭൂമി മുഴുവൻ. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർളി ഫയൻദുറ കൈഫ തഅമലൂൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ, നിങ്ങളോട് വിദ്വേഷം വെക്കുന്നവർ, നിങ്ങളോട് അസൂയ വെക്കുന്നവർ, അവരൊക്കെ അള്ളാഹു നശിപ്പിച്ച് നിങ്ങൾക്ക് അള്ളാഹു ചിലപ്പോൾ അനുഗ്രഹം ചെയ്തേക്കാം. നിങ്ങൾ തവക്കുൽ ചെയ്താൽ, നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ, നിങ്ങൾ ക്ഷമിച്ചാൽ, പിന്നെ അള്ളാഹു നിങ്ങളെയും പരിശോധിക്കും. നിങ്ങൾ ഈ അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതും അള്ളാഹു നോക്കും. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കുകയാണോ, പൊങ്ങച്ചം കളിക്കുകയാണോ എന്നും അള്ളാഹു പരിശോധിക്കും എന്ന് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞതായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ തവക്കുലിന്റെ ഉയർന്ന ഗുണം നമ്മൾ മുറുകെ പിടിക്കണം. ഏത് കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അത് എളുപ്പമാക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ വഴികൾ തുറന്നു തരികയും ചെയ്യും. ആ വലിയൊരു സന്ദേശമാണ് മുഹറം 10 അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹു നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിച്ചു വായിക്കുന്ന യഥാർത്ഥമായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.